നമസ്കാരം. മ്യൂസിക്സ് ഇൻ ഇംഗ്ലീഷിൻ്റെ തേർഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഷ പഞ്ചാബി എഴുതിയ ദ റേസ് എന്ന ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി ചർച്ച ചെയ്തു വരുന്നത്. ഈ എപ്പിസോഡിൽ പേജ് നമ്പർ 10 മുതൽ 11 വരെയുള്ള കഥയുടെ ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡ്സ് കാണാൻ കഴിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുവരെ കഥയിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. Tarun meets Ramnarayan, who won an Olympic medal in the 400-meter race. Ramnarayan's compliments make Tarun confident, and Ramnarayan promises Tarun to train him if he wins the race on Children's Day at the Nehru Stadium. Tarun രാംനാരായണനെ കാണുന്നു. രാംനാരായൺ ഒളിമ്പിക് മെഡൽ ജേതാവാണ്. രാംനാരായണൻ്റെ നല്ല വാക്കുകൾ തരുണിനെ ആത്മവിശ്വാസം ഉള്ളവനാക്കി മാറ്റുന്നു. അതുമാത്രമല്ല, നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഓട്ടമത്സരത്തിൽ തരുൺ വിജയിക്കുകയാണെങ്കിൽ അവനെ പരിശീലിപ്പിക്കാമെന്ന് രാംനാരായൺ വാക്ക് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുവരെയാണ് കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ ചർച്ച ചെയ്ത ഭാഗങ്ങൾ. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ സ്വപ്നങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. തരുൺ തൻ്റെ സ്വപ്നത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരും? തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവനെ കൊണ്ടാകുമോ? രാംനാരായൺ എങ്ങനെയാണ് തരുണിനെ സ്വപ്നങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുന്നത്? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. ഡ്രീം ഇസ് നോട്ട് വാട്ട് യു സീ ഇൻ സ്ലീപ്പ്, ഇറ്റ് ഇസ് എ തിങ് വിച്ച് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. ഉറങ്ങുമ്പോൾ കാണുന്നവയല്ല, പകരം നമ്മുടെ ഉറക്കം കെടുത്തുന്നത് എന്താണോ അതാണ് യഥാർത്ഥ സ്വപ്നം. ഇങ്ങനെ പറഞ്ഞത് ഭാരതം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്തായ വ്യക്തികളിൽ ഒരാളായ നമ്മളുടെ മുൻ രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. അപ്പോൾ തരുണിൻ്റെ സ്വപ്നങ്ങളിലേക്ക് നമുക്കും അവനോടൊപ്പം യാത്ര ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം പാസേജ് ഒന്ന് വായിക്കാം. പാസേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ബുദ്ധിമുട്ടേറിയ വാക്കുകളുടെയൊക്കെ അർത്ഥം താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാസേജ് വായിക്കാം. The next day brought a new ray of hope. Tarun got up early, had milk, and before his mother could finish her query on what he was up to, he ran out and went to the Nehru Stadium to check the details of the race. He was very happy indeed. Tarun started practicing zealously. Every day he would get up at 4 in the morning and run up to 10 miles. In the evenings, he would time himself according to the 1000-meter distance prescribed by the competition. The next day brought a new ray of hope. അടുത്ത ദിവസം പ്രതീക്ഷയുടെ ഒരു പുതിയ കിരണം കൂടിയാണ് കൊണ്ടുവന്നത്. തരുൺ got up early. തരുൺ രാവിലെ തന്നെ എഴുന്നേറ്റു. had milk, and before his mother could finish her query on what he was up to, he ran out and went to the Nehru Stadium to check the details of the race. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള അമ്മയുടെ ചോദ്യം മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി. നേരെ പോയത് നെഹ്റു സ്റ്റേഡിയത്തിലേക്കാണ്. അവിടെ ചെന്നിട്ട് ഓട്ടമത്സരത്തിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് അവൻ തിരക്കി. ഹി വാസ് വെരി ഹാപ്പി ഇൻഡീഡ്. അവൻ വളരെ സന്തോഷവാനായിരുന്നു. തരുൺ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് സെലസ്ലി. വളരെ തീവ്രമായുള്ള പരിശീലനം തരുൺ തുടങ്ങുകയും ചെയ്തു. എല്ലാ ദിവസവും രാവിലെ അവൻ 4 മണിക്ക് എഴുന്നേൽക്കും. അതുമാത്രമല്ല 10 മൈൽസ് ഓടുകയും ചെയ്യും. ഇൻ ദ ഈവനിങ് ഹി വുഡ് ടൈം ഹിംസെൽഫ് അക്കോർഡിംഗ് ടു ദ 1000-meter ഡിസ്റ്റൻസ് പ്രിസ്ക്രൈബ് ബൈ ദ കോമ്പറ്റീഷൻ. വൈകുന്നേരങ്ങളിലാവട്ടെ ഓട്ടമത്സരത്തിൽ പറഞ്ഞിരിക്കുന്ന സമയത്തിൻ്റെ ക്രമമനുസരിച്ച് അവൻ തന്നെ ആ സമയത്തിന് ചിട്ടപ്പെടുത്തി 1000 മീറ്റർ ഓടാൻ തുടങ്ങി. ഈ പാസേജിൽ നിങ്ങൾ അധികം കേട്ടിട്ടില്ലാത്തൊരു വാക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, zealously. അതിൻ്റെ അർത്ഥം വിത്ത് ഗ്രേറ്റ് എനർജി, തീക്ഷ്ണതയോടെ, തീവ്രമായി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരു പാസേജിൽ നമ്മൾ കാണുന്ന തരുൺ തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ട കോൺഫിഡൻ്റ് അല്ലാത്ത, എപ്പോഴും വിഷമിച്ചിരിക്കുന്ന ഒരു തരുണല്ല ഇപ്പോൾ നമ്മൾ കാണുന്ന തരുൺ. തൻ്റെ സ്വപ്നത്തിന് വേണ്ടി തീവ്രമായി പ്രയത്നിക്കുന്ന ഒരു തരുണിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അതുമാത്രമല്ല, മുമ്പ് പരാജയവും വിഷമവുമായിരുന്നു അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ അവൻ പൂർണ്ണമായും സന്തോഷവാനാണ്. സ്വപ്നങ്ങൾ ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് വളരെ പെട്ടെന്നാണ്. തരുണിൻ്റെ സ്വപ്നങ്ങൾ അവൻ്റെ ജീവിതത്തെയും മാറ്റിമറിക്കാൻ തുടങ്ങിയിരിക്കുന്നു.
He wanted everything to be perfect. It was for the first time in his life that he was demanding such perfection in things he did, he thought. He also wanted someone to back him up, and so he told everything to his mother. Tarun practiced vigorously for 5 days and then promptly met Ramnarayan to collect his participation card. He gazed at the piece of paper on which his name had been printed boldly. It meant so much to him. However hard, I must win the race, thought he. He wanted everything to be perfect. എല്ലാ കാര്യങ്ങളും കൃത്യമായിരിക്കണം എന്നവൻ ആഗ്രഹിച്ചു. It was for the first time in his life that he was demanding such perfection in things he did, he thought. തൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് എല്ലാ കാര്യങ്ങളിലും ഇത്രയും കൃത്യത, ഇത്രയും കണിശത അവൻ ആഗ്രഹിക്കുന്നത്. He also wanted someone to back him up, so he told everything to his mother. തനിക്കൊരു സപ്പോർട്ട് വേണമെന്ന് അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവൻ തൻ്റെ അമ്മയോട് തുറന്നു പറഞ്ഞു. തരുൺ പ്രാക്ടീസ്ഡ് വിഗറസ്ലി ഫോർ 5 days. 5 ദിവസം തീവ്രമായ പരിശീലനമായിരുന്നു. ആൻഡ് ദെൻ പ്രോംപ്റ്റ്ലി മെറ്റ് രാംനാരായൺ ടു കളക്ട് ഹിസ് പാർട്ടിസിപ്പേഷൻ കാർഡ്. എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ അവൻ രാംനാരായണൻ്റെ അടുക്കൽ ചെന്നു. പോയത് മറ്റൊന്നിനുമല്ല, അവൻ്റെ പാർട്ടിസിപ്പേഷൻ കാർഡ്, മത്സരത്തിലേക്കുള്ള അവൻ്റെ എൻട്രി കാർഡ് വാങ്ങാൻ വേണ്ടി പോയി. He gazed at the piece of paper on which his name had been printed boldly. തൻ്റെ പേര് വലിയ അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്ന ആ കടലാസ് കഷ്ണത്തിലേക്ക് അവൻ കുറേ നേരം നോക്കി നിന്നു. ഇറ്റ് മെന്റ് സോ മച്ച് ടു ഹിം. അവനെ സംബന്ധിച്ചിടത്തോളം ആ കടലാസ് കഷ്ണം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ ഒന്നാണ്. However hard, I must win this race, thought he. എത്ര കഠിനമായിരുന്നാലും ഞാൻ ഈ മത്സരത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും, തരുൺ മനസ്സിൽ ചിന്തിച്ചു. തരുൺ തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള യാത്രയിലാണ്. തൻ്റെ പേരെഴുതിയ ഒരു ചെറിയ കടലാസ് കഷ്ണം അവൻ്റെ മനസ്സിൽ നിറച്ച ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും, എത്രയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും ഞാൻ ഉറപ്പായും ഈ മത്സരം വിജയിച്ചിരിക്കുമെന്ന് അവൻ മനസ്സിൽ പ്രതിജ്ഞയെടുക്കുകയാണ്. He wanted to show his father that he was not really the black sheep of the family and that he could be good at something at least. It was 14th November. Bowing low for the blessings of his mother, Tarun pedaled away to the stadium. There was a huge crowd waiting to go inside. Tarun entered the office where a signboard read "Participants only," with his heart beating faster every second. Inside, there were about 50 participants waiting for the race to begin. ഈ മത്സരം തരുണിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പോരാട്ടത്തിൻ്റെ കഥ കൂടിയാണ്. He wanted to show his father that he was not really the black sheep of the family. താൻ ഒന്നിനും കൊള്ളാത്തവനല്ല എന്ന് തൻ്റെ അച്ഛനെ ബോധ്യപ്പെടുത്തണം. തനിക്ക് ചിലതിലെങ്കിലും മികവുണ്ടെന്ന് എല്ലാവരെയും കാണിച്ചു കൊടുക്കണം. ഇറ്റ് വാസ് 14 November. അങ്ങനെ ഒരുപാട് കാത്തിരുന്ന ആ മത്സര ദിവസമെത്തി. November 14. Bowing low for the blessings of his mother, Tarun pedaled away to the stadium. തൻ്റെ അമ്മയുടെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി തരുൺ സ്റ്റേഡിയത്തിലേക്ക് പോയി. ദർ വാസ് എ ഹ്യൂജ് ക്രൗഡ് വെയിറ്റിംഗ് ടു ഗോ ഇൻസൈഡ്. അകത്തേക്ക് പോകാൻ ഒരു വലിയ ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. തരുൺ entered the office where a signboard read "Participants only," with his heart beating fast at every sound. ഓരോ നിമിഷവും അവൻ്റെ ചങ്കിടിപ്പിന് വേഗത കൂടി. അതുമാത്രമല്ല, പാർട്ടിസിപ്പൻസ് ഓൺലി എന്ന് പറയുന്ന ബോർഡ് തൂക്കിയിട്ടുള്ള ഓഫീസിൻ്റെ വാതിൽക്കൽ എത്തിയപ്പോഴത്തേക്കും തരുണിൻ്റെ നെഞ്ചിടിപ്പ് ക്രമാതീതമായി വർദ്ധിക്കാൻ തുടങ്ങി. ഇൻസൈഡ് ദെയർ വെർ അബൌട്ട് 50 പാർട്ടിസിപ്പൻസ് വെയിറ്റിംഗ് ഫോർ ദ റേസ് ടു ബിഗിൻ. അകത്ത് 50ഓളം പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. 50 മത്സരാർത്ഥികളിൽ ഒരാളായി തരുണും അവരോടൊപ്പം ഓട്ടമത്സരത്തിൽ ജോയിൻ ചെയ്യുകയാണ്. തരുണിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം അവൻ്റെ കഴിവ് തെളിയിക്കാനുള്ള ഏറ്റവും മികച്ച അവസരമാണ്. താൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നുള്ള കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും
പൊതുവായ ധാരണ തിരുത്താനുള്ളൊരു സുവർണാവസരം കൂടിയായിട്ടാണ് തരുൺ ഈ മത്സരത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും ഈ മത്സരത്തിൽ ജയിച്ചേ തീരൂ എന്ന് അവൻ മനസ്സിൽ ഉറച്ചു. He felt someone patting him on the shoulders. "Hello, Tarun." It was Ramnarayan. "All the best," he said affectionately. Tarun smiled at him but did not say a word. Fear had gripped him from head to foot. All the participants lined up. Every face glittered with the hope of winning the race. Each one of them had his family and friends in the stands to cheer for him. ആകെ നെഞ്ചിടിപ്പോടെ നിൽക്കുകയാണ് തരുൺ. ആ സമയത്ത് ഹി ഫെൽറ്റ് സമ്മൺ പാറ്റിംഗ് ഹിം ഓൺ ദ ഷോൾഡർ. തൻ്റെ ചുമലുകളിൽ ആരോ തട്ടുന്നതായി അവന് തോന്നി. അത് മറ്റാരും ആയിരുന്നില്ല, രാംനാരായൺ. അദ്ദേഹം അവന് ആശംസകൾ അറിയിക്കാൻ എത്തിയതാണ്. തരുൺ സ്മൈൽഡ് അറ്റ് ഹിം ബട്ട് ഡിഡ് നോട്ട് സേ എ വേർഡ്. തരുൺ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു, പക്ഷേ ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഫിയർ ഹാഡ് ഗ്രിപ്ഡ് ഹിം ഫ്രം ഹെഡ് ടു ഫുട്ട്. അടി മുതൽ മുടി വരെ, പാദം മുതൽ തല വരെ ഭയം അവനെ മുറുകെ പിടിച്ചിരുന്നു. ഓൾ ദ പാർട്ടിസിപ്പൻസ് ലൈൻഡ് അപ്പ്. എല്ലാ മത്സരാർത്ഥികളും വരിവരിയായി നിന്നു. എവ്രി ഫേസ് ഗ്ലിറ്റേർഡ് വിത്ത് ദ ഹോപ്പ് ഓഫ് വിന്നിങ് ദ റേസ്. മത്സരത്തിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ ഓരോ മത്സരാർത്ഥിയുടെയും മുഖം തിളങ്ങിയിരുന്നു. ഈച്ച് വൺ ഓഫ് ദം ഹാഡ് ഹിസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഇൻ ദ സ്റ്റാൻഡ്സ് ടു ചിയർ ഫോർ ഹിം. ഓരോ മത്സരാർത്ഥിയുടെയും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ടു ഹിസ് അമേസ്മെൻറ്റ് തരുൺ കോട്ട് സൈറ്റ് ഓഫ് ഹിസ് മദർ ഇൻ ദ സ്റ്റാൻഡ്സ്. തരുണിനെ ആകെ അമ്പരപ്പിച്ചുകൊണ്ട് അവൻ്റെ അമ്മ അതാ അവിടെ നിൽക്കുന്നു. ആ കാഴ്ചയിൽ അവൻ ആകെ അമ്പരന്നുപോയി. ദ ഫിയർ ഇൻ ഹിസ് ഐസ് ഗേവ് വേ ടു കോൺഫിഡൻസ്. പതുക്കെ അവൻ്റെ കണ്ണുകളിലെ ഭയം മാഞ്ഞുപോയി. അവിടെ ആത്മവിശ്വാസം വന്നു നിറയാൻ തുടങ്ങി. The whistle blew and all the participants started off with all their might. മത്സരത്തിനുള്ള വിസിൽ ശബ്ദം മുഴങ്ങിയപ്പോഴേക്കും എല്ലാ മത്സരാർത്ഥികളും അവരുടെ സർവ്വശക്തിയും എടുത്ത് ഓടാൻ തുടങ്ങി. They were all determined to be the winner of the race. എല്ലാവരുടെയും മനസ്സിൽ ഞാനായിരിക്കും ഇതിൻ്റെ വിജയി എന്നുള്ള ഉറച്ച വിശ്വാസം മാത്രം. In the lead was the fastest of them all, Tarun. ആ 50 മത്സരാർത്ഥികളുടെയും മുന്നിലായി ഓടിക്കൊണ്ടിരുന്നത് അവരിൽ എല്ലാവരിലും വെച്ച് ഏറ്റവും വേഗതയുള്ള വ്യക്തിയായിരുന്നത് മറ്റാരുമായിരുന്നില്ല, നമ്മളുടെ തരുണാണ്. സീയിങ് ഹിംസെൽഫ് എഹെഡ് ഓഫ് എവ്രിബഡി, തരുൺ ഫെൽറ്റ് വെരി പ്രൗഡ് ഓഫ് ഹിംസെൽഫ്. താൻ എല്ലാവരേക്കാളും വളരെയധികം മുന്നിലാണെന്ന് മനസ്സിലാക്കിയ തരുണിന് ആദ്യമായി തന്നെ ഓർത്ത് അഭിമാനം തോന്നി. മത്സരത്തിൻ്റെ തുടക്കത്തിൽ ആകെ പരിഭ്രാന്തനായി വിഷണ്ണനായി നിന്ന തരുണിൻ്റെ മനസ്സിനെ മാറ്റിമറിച്ചത് അവൻ്റെ അമ്മയുടെ സാന്നിധ്യമാണ്. നമ്മളുടെ ജീവിതത്തിലെ ഒരു പരീക്ഷണ ഘട്ടത്തിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം നമുക്ക് തരുന്ന ആശ്വാസം വളരെ വലുതാണ്. അമ്മയെ കണ്ടപ്പോഴാണ് തരുണിൻ്റെ കണ്ണിൽ നിന്നും ഭയം മാഞ്ഞുപോയി അവിടെ ആത്മവിശ്വാസം നിറഞ്ഞത്. അപ്പോൾ എപ്പോഴായാലും നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമ്മളുടെ ഒപ്പമുള്ളവർ, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളുടെ ചുറ്റുമുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ വളരെ എളുപ്പം നേരിടാനും അതിനെ തരണം ചെയ്യാനും നമുക്ക് കഴിയും. ഇനി നമുക്ക് ഇത്രയും ഭാഗത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് മെയ്ഡ് രാംനാരായൺ സേ ദാറ്റ് ഇറ്റ് വാസ് ഹിസ് ജോബ് ടു ഗെറ്റ് തരുൺ എൻട്രി ഇൻ ദ റേസ്? എന്തുകൊണ്ടായിരിക്കാം തരുണിന് ആ മത്സരത്തിലേക്ക് എൻട്രി പാസ് വാങ്ങിച്ചു കൊടുക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് രാംനാരായൺ കരുതിയത്? Tarun expressed his willingness to participate in the race and accepted the condition put forward by Ramnarayan. So, Ramnarayan thought that it was his job to get Tarun entry in the race. Tarun മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള തൻ്റെ സന്നദ്ധത അറിയിച്ചു. അതുമാത്രമല്ല, രാംനാരായൺ മുന്നോട്ട് വെച്ച നിബന്ധനയും അവൻ അംഗീകരിച്ചു. അതുകൊണ്ടാണ് തരുണിന് എൻട്രി പാസ് വാങ്ങിക്കൊടുക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് രാംനാരായണന് തോന്നിയത്. ഹൗ ഡിഡ് തരുൺ പ്രിപ്പയർ ഫോർ ദ റേസ്? തരുൺ എങ്ങനെയാണ് ഓട്ടമത്സരത്തിന് വേണ്ടി തയ്യാറെടുത്തത്? തരുൺ ഗോട്ട് അപ്പ് അറ്റ് 4 in the morning every day and practice zealously. എല്ലാ ദിവസവും 4 മണിക്ക് കൃത്യമായി എഴുന്നേറ്റ് തീവ്രമായ പരിശീലനം നടത്തി. ഇൻ ദ മോർണിംഗ് ഹി റാൻ അപ്പ് ടു 10 miles. എല്ലാ ദിവസവും രാവിലെ കൃത്യമായി 10 മൈലോളം ഓടി.
In the evenings, he would time himself according to the 1,000-meter distance prescribed by the competition. വൈകുന്നേരങ്ങളിൽ 1000 മീറ്റർ ഓട്ടത്തിന് മത്സരത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ സമയത്തിൻ്റെ ക്രമം പാലിച്ച് ഓടി പരിശീലിച്ചു. മൂന്നാമത്തെ ചോദ്യം, he also wanted someone to back him up and so he told everything to his mother. Do you think this kind of sharing will help him face his problems better? Why? തരുണിന് ഒരു പിന്തുണ ആവശ്യമായിരുന്നു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവൻ്റെ അമ്മയോട് തുറന്നു പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്നത് പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ സഹായിക്കുമെന്ന്? എന്തുകൊണ്ട്? ശരിക്കും ഇത് നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് ഉത്തരം എഴുതേണ്ട ഒരു ചോദ്യമാണ്. ഇതൊരു സാമ്പിൾ ആൻസറായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. യു ക്യാൻ കം അപ്പ് വിത്ത് യുവർ ഓൺ ഐഡിയാസ്. യെസ്, ഷെയറിങ് വൺസ് പ്രോബ്ലംസ് വിത്ത് അതേഴ്സ് വിൽ മേക്ക് ഹിസ് ഓർ ഹർ മൈൻഡ് റിലീവ്ഡ് ആൻഡ് ഹാപ്പി. നമ്മളുടെ പ്രശ്നങ്ങൾ മറ്റൊരാളുമായി പങ്കുവയ്ക്കുന്നത് നമ്മളുടെ മനസ്സിനെ കുറേയൊക്കെ റിലീവ് ചെയ്യാനും ഫ്രീ ആക്കാനും സന്തോഷം നിറയ്ക്കാനും സാധിക്കും. The kind and encouraging words of our friends will fill our mind with confidence and optimism. നമ്മളുടെ സുഹൃത്തുക്കളുടെയും നമ്മളെ ഇഷ്ടപ്പെടുത്തുന്നവരുടെയും നല്ല വാക്കുകളും പ്രോത്സാഹന വാക്കുകളും ഒക്കെ തന്നെ നമ്മളുടെ മനസ്സിൽ ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും നിറയ്ക്കും. തരുൺ will definitely get the support of his mother which will help him face his problems better. ഉറപ്പായിട്ടും തരുണിന് അവൻ്റെ അമ്മയുടെ പിന്തുണ കിട്ടുകയും അതുവഴി അവൻ്റെ പ്രശ്നങ്ങളെ കുറച്ചുകൂടി നന്നായി ഫേസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അവിടെ ഒരു ചെറിയൊരു ടൈപ്പോഗ്രഫിക്കൽ എറർ വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലിയുടെ മുന്നിൽ ഒരു എഫ് അഡീഷണലായിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. സോറി. വൈ ഡിഡ് തരുൺ റിയലി വോണ്ട് ടു വിൻ ദ റേസ്? തരുൺ എന്തിനാണ് ഈ മത്സരത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നത്? തരുൺ റിയലി wanted to win the race because he wanted to show his father that he was not really the black sheep of the family. ഈ മത്സരം വിജയിക്കുന്നത് തരുണിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒന്നാണ്. കാര്യം താൻ കുടുംബത്തിലെ ഒന്നിനും കൊള്ളാത്തവനല്ല എന്ന് തൻ്റെ അച്ഛൻ്റെ മുന്നിൽ അവന് തെളിയിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഈ എപ്പിസോഡ്. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് കരുതുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു.